അപ്പൊ ഇതാ നമ്മളെ ഉണ്ണിയപ്പല്ലയുടെ ചുട്ട് റെഡി ആയിട്ടുണ്ട്. ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ല കേട്ടാ. അപ്പോൾ പുതുതായിട്ട് കുറേ പേര് നമ്മളെ യൂട്യൂബ് കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട്. ഒരു 500 ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ആയില്. അപ്പോൾ നമ്മളെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ചുട്ടു കൊടുക്കാനുണ്ടെങ്കിലോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഒരു 500 ഉണ്ണിയപ്പത്തിൻ്റെ എല്ലാം റെസിപ്പി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ റെസിപ്പി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നതല്ല. കുറേ ഒരു 100 200 അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. 500 ചെയ്തിട്ടുണ്ട്, അത് മുന്നേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള കൂട്ടെല്ലാം രാവിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ പച്ചരിയെല്ലാം ഒന്ന് അരച്ചെടുക്കാം. പച്ചരി ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ അരക്കുന്നത്. അപ്പോൾ തലേന്ന് രാത്രിക്ക് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിനി. അതേപോലെ തന്നെ പുഴുക്കലരിയും വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. ഇത് തളിച്ച വെള്ളത്തിലല്ല അമ്മ കുതിർക്കൽ. പുഴുക്കലരി മട്ടരിയാന്ന് എടുത്തിട്ടില്ലേ, അത് തളിച്ച വെള്ളത്തിലാണ് കുതിർക്കൽ. അപ്പോൾ പച്ചരി ഇതാ റെഡിയുണ്ട്. കുറേ വേണം നമുക്ക്, ഏകദേശം ഒരു 500 ഉണ്ണിയപ്പല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3.5 കിലോ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടാ. അല്ല അമ്മ പുഴുക്കലരിയോ? പുഴുക്കലരി 2 ഗ്ലാസ്. 3 ഗ്ലാസ് അല്ല, നമുക്ക് 1 കിലോനാവുന്നത്. 2 ഗ്ലാസ് പുഴുക്കലരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 കിലോയിൽ അധികം ഉണ്ടാവില്ലേ? 3/4 കിലോ. 3/4 കിലോ. അപ്പോൾ ഒരു 3.5 കിലോ പച്ചരി, 3/4 കിലോ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മ ഇപ്പോൾ പുഴുങ്ങലരി അതെ അതെ അരിയാകുമ്പം മൈദ കുറച്ച് കുറക്കാം, നല്ല അപ്പത്തിന് നല്ല സോഫ്റ്റും കിട്ടും പുഴുക്കലരി അരച്ച് ചേർത്താൽ. നമ്മൾ ആദ്യമൊന്നും ചേർക്കുന്നുണ്ടായില്ല, ഇപ്പം അങ്ങനെ ചേർത്തിട്ട് ആക്കാൻ വേണ്ടി തുടങ്ങി. നല്ല അപ്പായിട്ട് കിട്ടലുണ്ട്. അപ്പോൾ നമുക്ക് പച്ചരി ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അമ്മ കുറച്ച് തരിതരിങ്ങനെ വേണ്ടേ അരച്ചെടുക്കാൻ? കുറച്ച് തരിതരിങ്ങനെ വേണം പച്ചരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് വലിയ വട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചധികം ഉണ്ടായതുകൊണ്ട് കൂട്ടാനെല്ലാം എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എല്ലാ പച്ചരിയും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കേ, തരിതരിങ്ങനെ ആയിട്ട്. ആ പച്ചരിയെല്ലാം നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് പുഴുക്കലരി അരച്ചു കൊടുക്കാം അല്ലേ? നമ്മ പൂങ്ങലരി എന്നാ പറയുന്നത്. ആ എല്ലാം ഷോർട്ട്. പൂങ്ങലരി പുഴുക്കലരി എന്നാണ് പറയുമ്പോഴത്തേനും. അപ്പോൾ ഇതും അതുപോലെ തന്നെ കുറച്ച് തരിതരിങ്ങനെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. അത് വെള്ളം നേരെ വേണം, എന്നാലേ അരച്ചെടുക്കുമ്പോൾ കുറുങ്ങനായിട്ട് വരുള്ളൂ. അതെ. പച്ചരിയോ? പച്ചരിക്ക് ഇത്ര വെള്ളം വേണ്ട, കുറച്ചേ വെള്ളം വേണ്ട. ഇനി ഇതിൽ മൈദയെല്ലാം ചേരാനുണ്ട് അത്രേ. അതെ. ഇതും തരിതരിങ്ങനെയല്ല മരക്കണ്ട്, ഇങ്ങനെ കുറുകി ഒന്നും അല്ലേ? അപ്പം അത് നമുക്ക് വട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയിലെ പുഴുക്കലരിയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം അല്ലമ്മ. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ അരിയെല്ലാം അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വെല്ലം പാവാക്കലാണ്. നാലിലോ വെല്ലാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇതിപ്പത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. ഇതെല്ലാം ഒന്ന് ഉരുക്കി വരട്ടെ. ലേശം മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട്, കളറൊന്നും കൂട്ടിയില്ല, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മാവിലേക്ക് കേട്ടാ. അപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ അവല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ പാക്കറ്റ് 4 പാക്കറ്റ് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. നല്ല മണവും രുചിയെല്ലാം തരുന്നതല്ലേ. ഇനി ചുക്ക്, എള്ള് അതെല്ലാം വരാനുണ്ട് അത്രേ.
ചുക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ചുക്ക് ഇത് എത്ര ഇല്ലാമ 1 ഇഞ്ചി ഉണ്ടാവുക, ഒരു വലിയ ഇഞ്ചി കഷ്ണം. വലിയൊരു ഇഞ്ചി ചെത്തിട്ട് ഇങ്ങനെ ആക്കിയതാണ്, അത് ഉണങ്ങിയിട്ടാകുമ്പോ ഇത്ര പോലെ. അപ്പൊ അമ്മേന്റെ അടുപ്പിന്റെ അടയിട്ടിട്ട് ഉണക്കലാന്ന് കേട്ടോ. ഇഞ്ചി ചെത്തിയിട്ട് അടുപ്പിന്റെ അടയിട്ട് കഴിഞ്ഞാല് ചെറുങ്ങനെ മുറിച്ചിട്ട് ആ ചൂടോണ്ട് തന്നെ, അടുപ്പിന്റെ ചൂടോണ്ട് തന്നെ ഇത് നല്ല ചുക്ക് പോലെ ആയി കിട്ടും. അപ്പൊ അതും കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം, ചെറിയ ജീരകം, ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല വൃത്തി പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ ഏലക്കായ്, ചുക്ക്, അവല്, ജീരകം, പഞ്ചസാര ഇത്രയും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവല് ചേർക്കുന്നത് നല്ല കരയിൽ നിന്ന് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലമ്മ ഇതാ നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മൈദ അരിച്ചെടുക്കുന്നുണ്ട്. എത്ര അമ്മ മൈദ എടുത്തിന്? 1.5 കിലോ എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത് ഇടാം. ആ കൂട്ട് മുറുകുന്നവരെ ഇട്ട് കൊടുക്കും അല്ലേ? മുറുകിയാൽ പിന്നെ ഇടൂല. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ വെള്ളം ഇതാ ഉരുകി തുടങ്ങിയിട്ടുണ്ട് അല്ലേ കൂസേ? വെള്ളം പാവാക്കുമ്പോൾ അധികം വെള്ളമാവാൻ പാടില്ലേ? കുറച്ച് അതാ ഉരുക മാത്രമല്ലേ? എത്ര ഒഴിക്കണ്ടോ അമ്മ? അത് നമ്മൾ പൊടിയാണെങ്കിൽ എത്ര വെള്ളമായാലും പ്രശ്നമില്ല, നമ്മൾ അരച്ചതല്ലേ, അതുകൊണ്ട് വെള്ളം ലേശം കുറുങ്ങിയിട്ട് വേണം. അതെ, അരക്കുന്നതുകൊണ്ട്. മൈദയിലിടുമ്പോൾ ടൈറ്റ് ആവും. അരിപ്പൊടി ചേർക്കുമ്പോൾ പ്രശ്നമില്ല. നമ്മൾ മിക്സിയിൽ അരക്കുമ്പോൾ അതിനും കൂടി വെള്ളം ഉണ്ടാവില്ലേ അതുകൊണ്ട്. നമുക്ക് നമ്മളെ വെള്ളപ്പാവ് ഇതാ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്, അരിപ്പിലേക്ക് അരിച്ചിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പം കൂട്ട് കൊടുക്കും. ബീച്ചാർന്ന് മെല്ലെ ഇളക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതനുസരിച്ചൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട കട്ടയാവും. ഇപ്പം വെള്ളപ്പാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി വേണം മൈദ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കോരിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വിസ്ക് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ, ഇടുന്നതിനനുസരിച്ച്. അപ്പോൾ മൈദപ്പൊടി 3/4 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 കിലോ ഇല്ലെങ്കിൽ ഇതേപോലെ ബാക്കിയുള്ളൂ. അത് നമുക്ക് നോക്കിയിട്ട് മാവ് കുറുകുന്നതിനനുസരിച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഏലക്കായ്, ചുക്ക്, അവല്, ജീരകം ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു മണം വരാൻ തുടങ്ങിയല്ലേ? എല്ലാം തുടച്ചിട്ടേ. നമുക്ക് ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 100 ഗ്രാം എള്ള് നല്ലപോലെ കഴുകിയിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് തേങ്ങാക്കൊത്ത് ചൂടുമ്പോൾ തേങ്ങാക്കൊത്ത് ഇടാം. പഴം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂട് ദിവസം തണിയുമ്പോൾ അരച്ച് പഴം അരച്ച് വെച്ചോ, എന്നിട്ട് നമുക്ക് അതിൽ വെക്കാം. ഒന്ന് കരണ്ടും പോയെങ്കിൽ
അപ്പൊ ഇതാ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത പഴം നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. മൈസൂർ പഴവും ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈസൂർ പഴം ആണെങ്കിൽ ഈ ഒരു 500 ഉണ്ണിയപ്പത്തിന് ഒരു 1/2 കിലോ വേണ്ടി വരും അല്ലേ അമ്മ? 1/2 കിലോ വേണ്ടി വരും. അപ്പം പഴം നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പഴം സാധാരണ നമ്മ ചൂടാൻ നേരത്താണ് ചേർക്കല്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാല് അമ്മ കുറച്ചും കൂടി അപ്പം കൂടുതൽ നിൽക്കും. നമ്മൾ ദൂരെ പുറത്തെല്ലാം കൊടുക്കൂലേ, ഇപ്പം ഗൾഫിലേക്ക് അങ്ങനെ ദൂരം എല്ലാം കൊടുക്കുമ്പോൾ നമ്മ അങ്ങനെ ചേർക്കല്. ഇതിപ്പോ നമ്മളെ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ കല്യാണത്തിന്റെ ആവശ്യമാണ്, പെട്ടെന്ന് തീരും. അതുകൊണ്ട് ഈ മാവിന്റെ ചൂടൊന്നും തണിഞ്ഞാടും ചേർത്ത് കൊടുക്കും. പഴം നേരത്തെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. പക്ഷെ കൂടുതൽ നിൽക്കണമെങ്കിൽ പിന്നെ ചൂടുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ. അപ്പൊ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. പഴം നേരത്തെ ഏലക്കായെല്ലാം പൊടിച്ച ജാറിലേക്ക് തന്നെ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് പഴം ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മൈദേൻ്റെ കട്ടയെല്ലാം ഉടഞ്ഞ് കിട്ടുന്നവരെ നല്ലപോലെ ഇളക്കി നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നമ്മളെ മാവ്. ഇനി നമുക്ക് ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഇതിൻ്റെ ചൂടൊന്ന് തണിഞ്ഞാട് നമുക്കിന്ന് പഴം ചേർത്ത് കൊടുക്കാം അല്ലേ? പിന്നെ ചൂടെല്ലാം കുറച്ച് തണിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ പഴം ചേർത്ത് കൊടുക്കാം. പഴം അരച്ചത് അരഞ്ഞിട്ടില്ലേ? കുറേ പ്രാവശ്യം അരച്ചു. നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതും കൂടി ആയാൽ നമ്മളെ മാവിൻ്റെ പരിപാടിയെല്ലാം റെഡി ആയല്ലേ? പിന്നെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് ഇത് ചൂടാൻ നേരത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 500 എണ്ണ ആയതുകൊണ്ട് കുറച്ചധികം തേങ്ങാക്കൊത്ത് വേണം. ഇത് നമ്മ ഒരു 5-6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടാ. റെസ്റ്റ് ചെയ്യാൻ വെച്ചത്ര നല്ല സോഫ്റ്റ് ഉണ്ടാവും. അല്ലാണ്ടും ചൂടാല്ലേ? റെസ്റ്റ് ചെയ്യാൻ ചൂടാണ്. പക്ഷെ അത് 2 ദിവസം ആകുമ്പോൾ അപ്പത്തിനൊരു ഉറപ്പ് വരും. അന്നേരത്തെ ആവശ്യത്തിനാണെങ്കിൽ നല്ലതാണ്. നമ്മ ഏതായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ നമുക്കിത് വൈകുന്നേരം കൊടുക്കേണ്ടതാണ്. ഒരു ഉച്ചയെല്ലാം ചൂടാൻ വേണ്ടി തുടങ്ങും. ഏകദേശം നമ്മളെ ഉണ്ണിയപ്പം ചൂടാനുള്ള സമയം ആവാനായല്ലോ അമ്മ. ഇനി കുറച്ച് സമയം കൂടെ ഇല്ലു. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇതാ അമ്മ എല്ലാം പുളി എടുക്കുന്നുണ്ട്. അപ്പം എത്ര തേങ്ങാക്കൊത്ത് വേണ്ടി വരും അമ്മ ഏകദേശം? ഇതിപ്പോൾ 2 തേങ്ങ 2.5 തേങ്ങ അല്ലേ? ഇല്ല 1 2 3 തേങ്ങ 3 തേങ്ങ തേങ്ങേൻ്റെ കുറച്ച് പുളി വെച്ചിട്ട് ഒന്ന് അത്യാവശ്യം വലിയ തേങ്ങയാന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊന്ന് ചെറിയ ഇങ്ങനെ തേങ്ങാക്കൊത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം അതിൽ ചേർക്കുക. പിന്നെ ജീരകം കൂടി ചേർത്താൽ നമുക്ക് ചൂടാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്ത് നെയ്യിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അല്ല അയാമ തേങ്ങാക്കൊത്ത് ഉണ്ടാക്കി. അപ്പം 3 തേങ്ങേൻ്റെ കൊത്ത് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ പാത്രം കിട്ടിയോണ്ട് നമുക്ക് ഒന്നിച്ചങ്ങ് വെക്കാം. അത് ഇതാ വറുത്ത് റെഡി ആയിട്ടുണ്ടേ. നല്ല മണവും വരാൻ തുടങ്ങിയല്ലോ നമ്മൾ. കുറച്ചധികം സമയം ഇളക്കേണ്ടി വരും, കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട്. വേഗമായി വെന്നിച്ചറിഞ്ഞു. അപ്പോൾ തീയെല്ലാം കത്തിച്ച് കാര അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. അമ്മയെല്ലാം സെറ്റായിട്ടുണ്ട് കാരപ്പം ചൂടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ അമ്മമ്മ എത്തിയിട്ടുണ്ട് കേട്ടാ, പാറൂസ്. അപ്പോൾ എണ്ണയൊന്നും ചൂടാവട്ടെ. കുറച്ച് കന്നാസിലേക്ക് ഒഴിച്ച് വെച്ചാൽ കാലിൽ തീരുമ്പോൾ വേഗം ഒഴിച്ചു കൊടുക്കാറാണ്.
നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന് നെയ്യിൻ്റെ ആ ഒരു മണം. തേങ്ങാക്കൊത്ത് നമ്മൾ നെയ്യിൽ തന്നെയാണ് വറുക്കുന്നത്. പക്ഷെ ഈ കറിയിൽ കുറച്ച് വെളിച്ചെണ്ണേൻ്റെ കൂടെ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് 5-6 മണിക്കൂറായി റെസ്റ്റിന് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് നമ്മളെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. മതിയാവോ അമ്മ? ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മതിയാവും. നമ്മ കുറച്ച് ഒതുക്കും ചെയ്തിട്ടേ ജീരകം പൊടിച്ചനല്ല. ഇനി നമുക്ക് ചൂടാൻ വേണ്ടി തുടങ്ങാം. കൊത്തല നല്ലോണം പറ്റിനല്ലേ. നമുക്ക് മാവ് ഗ്ലാസ്സിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ടേ. ഒരു ഗ്ലാസ് കോരി കഴിഞ്ഞാൽ 7 കുഴിയിൽ ഒഴിക്കാൻ പറ്റണം. കാരപ്പം ഇന്ന് ഇളകി വരില്ല കേട്ടാ. ഉണ്ണിയപ്പം നമുക്ക് കാരപ്പന്നേ വായിൽ വരില്ലു. അല്ല നമ്മളെ കാരപ്പാന്നല്ലേ ഉണ്ണിയപ്പം. തന്നെ മറിഞ്ഞിട്ടെല്ലാം പോകുന്നുണ്ടോ ഓരോന്ന്? ഒറ്റക്കന്നെ മറിയുന്നുണ്ട്. മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ടെല്ലാക്കിയിട്ട് ആദ്യം ഇവിടെ ഒഴിക്കും. അപ്പോൾ ഈ ഒരു കളറാകുമ്പം കോരി എടുക്കണല്ലോ അമ്മ. അപ്പോൾ നമ്മളെ ആദ്യത്തെ സെറ്റ് ഉണ്ണിയപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഗ്യാപ്പിൽ അമ്മ ഒഴിച്ചു കൊടുക്കുന്ന കൂടെ ഉണ്ട്. എനക്കറിയില്ല അങ്ങനെ. ഞാൻ ഇതിനിടയ്ക്ക് കിട്ടുമ്പോൾ എല്ലാ കുഴിയും കോരിയതിന് ശേഷം പിന്നെ വീണ്ടും ഒഴിക്കും. അമ്മയാണെങ്കിൽ ആ ഗ്യാപ്പിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് കാണാല്ലേ. അപ്പം അമ്മ നമ്മളെ ഉണ്ണിയപ്പെല്ലാം ചുട്ട് അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ഇനി ആ ഒരു പോണീരും കൂടി ചൂടാനില്ല കേട്ടാ. ബാക്കിയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മളെ ഉണ്ണിയപ്പല്ലയുടെ ചുട്ട് റെഡി ആയിട്ടുണ്ട്. അമ്മ 500 ഉണ്ണിയപ്പം ആയിട്ടുണ്ട് കേട്ടാ. 500ആയി. ഇനിയിപ്പം ചുടുന്നതിനുള്ളത് നമുക്ക് എല്ലാവർക്കും ചായ കൂട്ടാം. എന്തായിട്ടും നമ്മ ഒരു കറക്റ്റ് ആ ഒരു എണ്ണ നമുക്ക് കിട്ടൂല. കുറച്ച് അധികം എന്തായിട്ടും എപ്പോ അങ്ങനെ എന്തായിട്ടും ആയി കൂടും. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് അതെ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തല്ലേ എല്ലാവർക്കെല്ലാം സ്ഥിരം ചൂടുമ്പോൾ അവർക്ക് പണിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഉണ്ണിയപ്പെല്ലാം ഇതാ അടിപൊളിയായിട്ട് നമ്മുടെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളെല്ലാം കണ്ട നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പെർഫെക്റ്റ് ഉണ്ണിയപ്പം പെർഫെക്റ്റ് ഉണ്ണിയപ്പം ആക്കാനില്ലേ നല്ല പൂ പോലെ സോഫ്റ്റ് ഉണ്ണിയപ്പം ആക്കാനില്ലേ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഇനിയെല്ലാം പാക്ക് ചെയ്യണം, കൊണ്ടു കൊടുക്കണം, പണിയുണ്ട്. അപ്പോൾ അമ്മ നമുക്ക് വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നമ്മളെ ഉണ്ണിയപ്പം കുറേ പേര് ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.